ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. റോന്ത് ജംഗ്ലി പിക്ചേഴ്സിന്റെ ബാനറിൽ ഷാഹി കബീർ കഥ എഴുതി സംവിധാനം ചെയ്തെത്തിയിരിക്കുന്ന സിനിമയാണ് റോന്ത്. ഷാഹി കബീറിന്റെ പ്രീവിയസ് വർക്കായ ഇലവിഴ പൂഞ്ചിറ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ കഥ എഴുതിയ ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഷാഹി കബീർ എന്ന പേര് തന്നെ ധാരാളമാണ് റോന്ത് എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ. ശരിക്കുള്ള ഒരു പോലീസ് ഓഫീസർ ഒരു സിനിമ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ നിന്നുള്ള കുറച്ചെങ്കിലും എലമെന്റ്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാവണം അദ്ദേഹത്തിന്റെ കഥകൾ വിഷ്വലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഷാഹി കബീറിന്റെ സിനിമകൾ പലപ്പോഴും അത്ര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സിനിമയും അതുപോലെ തന്നെ അത്ര റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഷാഹി കബീർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കേൾക്കുന്ന ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻസും ഒക്കെ മൊത്തത്തിൽ കേൾക്കുമ്പോൾ നമ്മളും ആ യാത്രയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന പോലെയും അല്ലെങ്കിൽ ആ ഒരു ത്രൂ ഔട്ട് ഉള്ള ആ ഒരു ജേർണിയിൽ നമ്മൾ അതിലൊരു പാട്ടാവുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. റോന്ത് എന്നുള്ള ടൈറ്റിൽ കാർഡ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, അതിന്റെ വലത് ഭാഗത്ത് ചെറുതായിട്ട് താഴെ നൈറ്റ് പെട്രോൾ എന്ന് എഴുതിയിട്ടുണ്ട്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ, അതായത് റോന്ത്, ഒരു റോന്ത് ചുറ്റാന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു നൈറ്റ് പെട്രോളിംഗ് ആണ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് കാണിക്കുന്നത്. ഒരു പകല് തുടങ്ങി ഒരു നെക്സ്റ്റ് ഡേ പകല്, ഓവർനൈറ്റ് ഉള്ള നൈറ്റ് പെട്രോളിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പകൽ അവസാനിക്കുന്നതാണ് ഈ സിനിമ. അതിനിടയിൽ ഉണ്ടാകുന്ന കുറെ ഇൻസിഡൻസും കഥകളും ഒക്കെയാണ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. ദിലീഷ് പോത്തനും റോഷൻ മാത്യൂസുമാണ് ഇതിൽ ലീഡ് റോൾസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, എസ്പെഷ്യലി യു എയിലുള്ളവർക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ലക്ഷ്മി മേനൻ, കേരളത്തിലെ തന്നെ ഫസ്റ്റ് ഫീമെയിൽ വ്ളോഗർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്. അതുപോലെ ആർ ജെ മിഥുന്റെ വൈഫാണ്. ലക്ഷ്മിയും ഇതില് ഒരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ സുധി കോപ്പ, അതുപോലെ നമ്മുടെ ഫോർ ദ പീപ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുള്ളോടൊക്കെ നമുക്ക് സുപരിചിതനായ അരുൺ, ഇവരൊക്കെയാണ് എനിക്ക് ഫെമിലിയർ ആയിട്ട് തോന്നിയ ഫേസസ് ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ മറ്റ് കുറച്ചധികം ക്യാരക്ടേഴ്സും ഉണ്ട്. എല്ലാവർക്കും അവരവർക്ക് കിട്ടിയ റോളുകൾ നല്ല ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിലീഷ് പോത്തനും റോഷൻ മാത്യൂസും അവരുടെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ തക്കവിധമുള്ള പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. ദിലീഷ് പോത്തന്റെ ഇപ്പൊ നമ്മള് കുറച്ച് സിനിമകൾ, ഇപ്പൊ പ്രീവിയസ്ലിയുള്ള കുറച്ച് സിനിമകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ചിലപ്പോൾ ക്ലിക്ക് ആയില്ലെങ്കിൽ പോലും ദിലീഷ് പോത്തന്റെ പെർഫോമൻസ് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിലൂടെ ദിലീഷ് പോത്തൻ ഒരു വേഴ്സറ്റൈൽ ആക്ടർ ആണെന്ന് നമുക്ക് ഇതിനു മുന്നേ തന്നെ മനസ്സിലായ കാര്യം തന്നെയാണ്. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ യോനിച്ചൻ എന്ന ക്യാരക്ടർ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഉള്ള, മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാണുന്ന നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നും, ആളൊരു നല്ല പോലീസ് ഓഫീസർ ആണോ അതോ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആണോ എന്നുള്ളത്. മൊത്തത്തിൽ ഒരു ചെറിയൊരു ഗ്രേ ഷെയ്ഡ് ഉള്ള പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ പോകെ പോകെ നമുക്ക് മനസ്സിലാവും എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അദ്ദേഹം ഫേസ് ചെയ്ത ചലഞ്ചസ്, അദ്ദേഹത്തിന് പാസ്റ്റിലുണ്ടായ ഇഷ്യൂസ്, അങ്ങനെയുള്ള വെച്ചിട്ടാണ് ഈ സിനിമ പോകുന്നത്. തന്നെയല്ല, ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് പോലീസ് ഓഫീസർ എങ്ങനെയാണ് കാര്യങ്ങൾ കയ്യൊതുക്കത്തോടെ കണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു ക്യാരക്ടർ നമുക്ക് മുന്നിൽ റിവീൽ ആയി വരുന്നത്. ഒരു സിനിമയുടെ പകുതിയോട് എത്തുമ്പോഴത്തേക്കാണ് ആ ക്യാരക്ടർ എത്ര പ്യുവർ ആണെന്ന് നമുക്ക് കറക്റ്റ് ഡിഫൈൻ ചെയ്തു വരുന്നത്. ദിലീഷ് പോത്തന്റെ വൈഫായിട്ടാണ് ഇതിൽ ലക്ഷ്മി മേനൻ വന്നിരിക്കുന്നത്, സലോമി എന്ന ക്യാരക്ടർ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവർ രണ്ടുപേരുമായിട്ടുള്ള കോമ്പിനേഷൻസ്. ഒരു ഡിപ്രഷനിലൂടെ പോകുന്ന ഒരു വൈഫായിട്ടാണ് സലോമി അല്ലെങ്കിൽ ലക്ഷ്മി മേനൻ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടർ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ഹസ്ബൻഡ് ആ വൈഫിനെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് കാണുന്നത് ശരിക്കും നമുക്കൊരു കണ്ണ് നനയ്ക്കുന്ന സീൻസുകളൊക്കെ തന്നെ ഉണ്ട്. ആളുടെ എക്സ്പീരിയൻസ് റോഷന്റെ അടുത്ത് പറയുന്നത് ഒക്കെ ശരിക്കും നമുക്ക് എവിടേക്കോ ഒരു ഫീൽ ചെയ്യുന്ന സാധനം, ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂമെന്റ്സ് ഒക്കെ ആയാലും ഈ സിനിമയിൽ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും ദിലീഷ് പോത്തിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പെർഫോമൻസ് തന്നെയാണ് റോഷൻ ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. റോഷൻ ഓൾസോ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ ഓർഡിനറി ഈസിനെസ് പലപ്പോഴും ഉള്ള പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് മലയാള സിനിമകളിൽ മാത്രമല്ല, നമ്മൾ അദ്ദേഹത്തെ അന്യഭാഷാ സിനിമകളിലായാലും അല്ലെങ്കിൽ പല വെബ് സീരീസുകളിലായാലും ഒക്കെ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും എത്ര റേഞ്ച് ഉള്ള ഒരു ആക്ടറാണ് റോഷൻ എന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു നടനാണ്. ഒരു പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വോയിസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു നല്ല സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന സംഭവം തന്നെയാണ്. ഈ സിനിമയിലും അതേ പെർഫോമൻസ് അല്ലെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് റോഷൻ ഇതിലും കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ ഒരു ഓവർനൈറ്റിൽ നടക്കുന്ന കഥകൾ അല്ലെന്നുണ്ടെങ്കിൽ പല പല ഇൻസിഡൻസുകളാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു രാത്രി വെളുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയെത്ര ഇൻസിഡൻസിൽ കൂടെ ആയിരിക്കും ഒരു പോലീസ് ഓഫീസർ കടന്നു പോകുന്നത് എന്ന് കൂടി നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് റോന്ത്.
ഇങ്ങനെ നടക്കുന്ന ഇൻസിഡൻസിനെ രണ്ട് പോലീസ് ഓഫീസേഴ്സിന്റെ ഡിഫറെന്റ് പെർസ്പെക്ടീവ്സിലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. റോഷൻ അവതരിപ്പിക്കുന്നത് ദിന്നാദ് എന്ന ക്യാരക്ടർ വളരെ റീസെന്റ് ആയിട്ട് പോലീസിൽ ജോലിക്ക് കയറി അങ്ങനെ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് ഒരുപക്ഷെ സാധാരണക്കാരായ നമ്മളെ പോലുള്ളവരൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ അങ്ങനെ നോക്കിക്കാണുന്ന ഒരു രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് റോഷന്റേത്. അതേപോലെ ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച യോനിച്ചൻ എന്ന ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിൽ കാണിച്ചു തരുന്നതാണ് ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ. ഈ രണ്ട് പെർസ്പെക്ടീവ്സും തമ്മിലുള്ള ഒരു ക്ലാഷ് ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സാധാരണ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് ചിലപ്പോൾ തോന്നും ദിന്നാദ് എന്ന റോഷൻ മാത്യൂസിന്റെ ക്യാരക്ടറാണ് ശരി എന്നുള്ളത്. പക്ഷെങ്കിൽ ആ ഒരു സംഭവം കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസറിന്റെ ഒബ്സർവേഷൻ തന്നെയാണ് കറക്റ്റ് എന്നുള്ളത്. ഇതിൽ ദിലീഷ് പോത്തൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു പോലീസ് ഓഫീസറിന് ആദ്യം വേണ്ടത് ആവേശമല്ല ഒബ്സർവേഷൻ ആണെന്നുള്ളത്. അത് ശരിവെക്കുന്ന പോലെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അൺവീൽ ആയിട്ട് വരുന്നത്. ഈ സിനിമ വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു സ്ലോ പേസിലാണ് ത്രൂ ഔട്ട് പോകുന്നത്. പക്ഷെ എങ്ങും നമുക്കൊരു ബോറടിയോ അല്ലെങ്കിൽ ഒരു ലാഗോ ഇല്ലാണ്ട് പ്രേക്ഷകനെ അത്ര എൻഗേജിങ് ആയിട്ട് തന്നെയാണ് ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് പെട്രോളിംഗ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഷോട്ട്സ് ആണ് ഇതിൽ കൂടുതലും. സിനിമാറ്റോഗ്രഫി ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു ക്വാറി സീൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡാമിന്റെ സീനുകളുണ്ട്, അതുപോലെ മഴ പെയ്യുന്ന സീൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ആ ഒരു മേക്കിങ്ങിന്റെ മികവ് തന്നെയാണ് അതിൽ കാണിക്കുന്നത്. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് മനീഷ് മാധവനും എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് പ്രവീൺ മംഗലത്തുമാണ്. നമ്മൾ സാധാരണ ഭയങ്കര മാസപ്പടങ്ങൾ കാണുന്ന പോലെയുള്ള ഭയങ്കര ഫാസ്റ്റ് എഡിറ്റിംഗ് അല്ല. ഈ സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് നൽകാൻ ഇതിന്റെ മേക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് അനിൽ ജോൺസൺ ആണ്. ഇങ്ങനെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയ്ക്ക് എന്താണോ ആവശ്യം, ആ സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് കറക്റ്റ് മീറ്ററിൽ കൊടുക്കാൻ അനിൽ ജോൺസന് സാധിച്ചിട്ടുണ്ട്. അത് ത്രൂ ഔട്ട് ആ സിനിമയിൽ ഓരോ ഇൻസിഡൻസ് ആയിട്ടായാലും ആ ഒരു സീൻസ് ആയിട്ടായാലും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് രീതിയിൽ പോകുന്ന പോലെ തന്നെയാണ് ഈ സിനിമയിലെ മ്യൂസിക് പോകുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇതിന്റെ തിരക്കഥ തന്നെയാണ്. അതിനെ പോളിഷ് ചെയ്ത് നമുക്ക് മുന്നിൽ എത്തിക്കുന്നതിന്റെ മേക്കിംഗ് കൂടെ ചേർന്നിട്ടാണ്. സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും ആ ഒരു എൻറ്റയർ ടീമിന്റെ എഫേർട്ട് ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ സിനിമയെ നല്ലൊരു റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഈ സിനിമയിൽ എനിക്കൊരു നെഗറ്റീവ് തോന്നിയത്, നെഗറ്റീവ് എന്ന് പറയാൻ മാത്രമില്ല എങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു, എങ്കിൽ കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുമായിരുന്നു എന്ന് തോന്നിയ ഒരു സാധനം എന്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിൽ എനിക്ക് എവിടെയോ കുറച്ചൊരു മിസ്സിംഗ് ഫീൽ അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ഒരു പക്ഷെ അത് സിനിമ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തത് കൊണ്ടായിരിക്കാം. ഒരു റിയാലിറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആവണം എന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. ഈ സിനിമ പക്ഷെ അങ്ങനെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നില്ല. ഇപ്പം നായാട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇലവിഴ പൂഞ്ചിറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടം പ്രേക്ഷകരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊക്കെയാണ് റോന്ത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു.